ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. നമുക്കറിയാം, +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമും അതേപോലെ തന്നെ +2 പബ്ലിക് എക്സാമും ഏകദേശം അടുപ്പിച്ച് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ പല കുട്ടികളും വിചാരിക്കുന്നുണ്ടാവും ആദ്യം ഏത് പഠിക്കണമെന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അതായത് നമ്മൾ +1 നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം +1 ഒന്നുകൂടെ നമുക്ക് സിമ്പിളായിക്കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റ്. അതായത് ഇംഗ്ലീഷിൻ്റെ കേസിൽ സംസാരിക്കുന്ന സമയത്ത് +1 ഇംഗ്ലീഷിൽ ആണ് ഒന്നുകൂടെ നല്ല രീതിയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷേ +2 ആകുമ്പോൾ ഒന്നുകൂടെ ടൈറ്റ് ആവും, ഗ്രാമർ സെക്ഷനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ടൈറ്റ് ആവും. അതേപോലെയല്ല +1 എന്ന് പറഞ്ഞാൽ ഗ്രാമർ കൂടുതൽ വരുന്ന ഗ്രാമറൊക്കെ വെരി സിമ്പിളാണ്. പിന്നെ റൈറ്റിംഗ് സെക്ഷനും അതേപോലെ തന്നെയാണ്. അതായത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് +1 ഈസി ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റിന് കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, +2 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഞാനിത് മെയിനായിട്ട് പറയുന്നത് എസ്പെഷ്യലി ബാക്ക്വേർഡ് നിൽക്കുന്ന കുട്ടികളെ പറ്റിയിട്ടാണ്. കാരണം അവർക്ക് +1 ഒന്നും കൂടെ പെട്ടെന്ന് പഠിക്കാനും കഴിയുക, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനും കഴിയുക. അതായത് ഇംഗ്ലീഷിൽ ഓൺവേർഡ്സിൽ എഴുതാൻ കഴിയുന്നൊരു കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് എന്ത് ചെയ്യാം, സിമ്പിളായിക്കൊണ്ട് രണ്ട് ഇതിലും +1 +2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 29-ാം തീയതിയാണ് തോന്നുന്നു +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾ +2 എക്സാം കഴിഞ്ഞിട്ട്, അതായത് അത്യാവശ്യം ഇംഗ്ലീഷ് മീനിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ, അതായത് സ്വന്തമായിട്ട് എഴുതാനുള്ള സ്കില്ലുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു +2 എക്സാം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിക്കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇംഗ്ലീഷിനെ പറ്റി ഓൺവേർഡ്സിലൊന്നും എഴുതാൻ കഴിയാത്ത കുറച്ച് ബാക്ക് നിൽക്കുന്ന കുട്ടികളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതായത് എന്ത് ചെയ്യുക, അവർ ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്യുക, നല്ലൊരു മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ തന്നെ ഒരു 40 എബോവ് മാർക്ക് സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ആ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ തന്നെ മതി. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബാക്കിൽ നിൽക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, +1 ഇംഗ്ലീഷാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇംഗ്ലീഷ് എന്നല്ല, ഏകദേശം എല്ലാ സബ്ജക്റ്റും ഒക്കെ ഹയർ സെക്കൻഡറി എല്ലാ സബ്ജക്റ്റും +1 നമുക്ക് എന്ത് പറ്റും, സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, പഠനം മുന്നോട്ട് പോവുക. അപ്പോൾ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.